ഏവരും കാത്തിരുന്ന സന്തോഷ വാർത്ത. പാലത്തായി പീഡനം. ആ പീഡനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുതൽ അന്വേഷണ ചുമതലയുള്ള നേതൃത്വങ്ങൾക്ക് വരെ പങ്കുണ്ടെന്ന് കേരള സമൂഹം ഒറ്റ വാക്കിൽ വിളിച്ചുകൂവി പറയുമ്പോൾ അത് പലതവണ പലരും കേൾക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ നിമിഷം നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. പാലത്തായി കേസിൽ IG ശ്രീജിത്ത് തെറിച്ചിരിക്കുന്നു. അതായത് ഈ കേസിന്റെ രഹസ്യ സ്വഭാവത്തെ പരസ്യമാക്കി ആ സംഭാഷണം ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. ഒരു ഉന്നത തലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്ര കൂളായി, ഇത്ര നിസ്സാരമായി എങ്ങനെയാണ് പോക്സോ കേസിന്റെ കാര്യങ്ങൾ ഇത്രത്തോളം രഹസ്യ സ്വഭാവമില്ലാതെ വിളിച്ചുകൂവി പറയുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ്. എന്നാൽ ഈ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ, ആ സംഭാഷണം എല്ലാവരിലേക്കും എത്തിയപ്പോൾ ആ കേസിനെ തന്നെ അട്ടിമറിക്കാൻ ഈ സംഭാഷണം കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം പ്രതിഭാഗം അഭിഭാഷകന് വളരെ കൂളായി തന്നെ അല്ലെങ്കിൽ വളരെ നിസ്സാരമായി തന്നെ ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് IG ശ്രീജിത്തിന്റെ ആ സംഭാഷണത്തിലൂടെ അവർക്കുണ്ടായിട്ടുള്ളത്. അതായത് കേസിൽ നിന്ന് പപ്പനെ രക്ഷപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയ സാധ്യതകൾ പ്രതിഭാഗം അഭിഭാഷകന് വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത. എന്നാൽ ഈ നിമിഷം IG ശ്രീജിത്ത് തെറിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ഒപ്പം 2 വനിതാ ഉദ്യോഗസ്ഥർക്കാണ് നിലവിൽ കേസിന്റെ ചുമതല കൈമാറിയിരിക്കുന്നത്. തലശ്ശേരി കോടതിയിൽ നിന്ന് തുടരന്വേഷണത്തിനുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ പലരും പേടിച്ചു പോയിട്ടുണ്ടാകാം. കാരണം അവരൊക്കെ നിലവിൽ കണ്ടിരുന്ന വഴിയിലായിരിക്കില്ല ഇനിയുള്ള അന്വേഷണം പോവുക. ആ സമയവും അവർക്ക് ആശ്വാസമുണ്ടായിരുന്നത് IG ശ്രീജിത്ത് തന്നെയാണ്. എന്നാൽ ഈ നിമിഷം IG ശ്രീജിത്ത് തെറിച്ചതോടുകൂടി 2 വനിതാ ഉദ്യോഗസ്ഥർ വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാസർഗോട്ടെ നിലവിൽ SP ആയിട്ടുള്ള D ശില്പയാണ് അതില് ഒരു ഉദ്യോഗസ്ഥ. മറ്റൊരാൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നാർക്കോട്ടിക് സെൽ DYSP ആയിട്ടുള്ള രേഷ്മ രമേശാണ്. ഈ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി പാലത്തായി കേസ് മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് കുട്ടിയുടെ മൊഴി ഒരിക്കൽ കൂടി എടുക്കണമെന്നുള്ള നിർദ്ദേശവും വന്നതുകൊണ്ട് തന്നെ ആ മൊഴിയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോവുക. അതായത് ഈ മൊഴിയിൽ പോക്സോക്കുള്ള സാധ്യതകൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇനി എന്തായാലും അതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം കുട്ടി ഒന്നെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിയെ മനഃപൂർവ്വം ചെതിക്കുഴിയിലേക്ക് ആരോ തള്ളിവിട്ടതാണ്. ഇനി എന്തായാലും ഈ 2ാമത് മൊഴി കൊടുക്കുന്ന സമയത്ത് കുട്ടി ഏകദേശം കാര്യങ്ങൾ പറയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പപ്പന് പോക്സോ വീഴും. അങ്ങനെ പോക്സോ വീണ് കഴിഞ്ഞാൽ പപ്പനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വീണ്ടും ഉണ്ടാകും. അതായത് പപ്പന്റെ ജാമ്യമടക്കം റദ്ദു ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകും. എന്തായാലും ഈ നിമിഷം 2 വനിതാ ഉദ്യോഗസ്ഥർക്ക് ഈ ചുമതല ലഭിച്ചതോടുകൂടി നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷ പാലത്തായി പീഡന കേസ് നൽകുന്നുണ്ട്. പപ്പനെ വീണ്ടും തടവറയിലേക്ക് അയക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കേരള സമൂഹത്തിനിടയിലേക്ക് ഈ 2 വനിതാ ഉദ്യോഗസ്ഥരിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.